എല്ലാ കൂട്ടുകാർക്കും ശ്യാമള ലോട്ടസ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കൊരു പാക്കിംഗ് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതാണ് ഞാൻ അഴിക്കാൻ പോണ കാവേരി എന്നിട്ടുള്ള ട്യൂബർ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ട്യൂബറിൻ്റെ ഫുൾ കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് അതിൻ്റെ ഗ്രോട്ട് ടിപ്പ് എന്നിട്ടുള്ള ആയ ഇലയുടെ തുമ്പ് കാണുന്ന ഭാഗത്ത് നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് നനച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ ചെയ്യണത്. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് ആ ട്യൂബറിൻ്റെ പിക്ക് കാണുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് നല്ല സേഫായിട്ട് അവിടെ എത്തും. എന്നുവെച്ചാൽ വെള്ളം ഇപ്പോൾ പേപ്പറിൽ നിന്ന് ഉണങ്ങിപ്പോയാലും അത് അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ റൗണ്ട് ഈ ഒരു റോളാണ് സംഭവം. അപ്പോൾ അതിൽ കൂടി നമ്മൾ ഈ ട്യൂബർ ഇറക്കിയിട്ട് സൈഡ് ഒട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ. ആ റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ 2-3 പേപ്പർ വെച്ചിട്ട് സ്റ്റാപ്ലർ വെച്ച് അടിക്കണം ആദ്യം ചെയ്യുക. എന്നുവെച്ചാൽ ബോക്സിൽ നിന്ന് ഷെയ്ക്ക് ആകുമ്പോൾ പ്ലാന്റ് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പേപ്പർ വെച്ചിട്ട് മറയ്ക്കണത്. അതിനുശേഷം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും ഒട്ടിച്ചേക്കണം ചെയ്യുക. ഇങ്ങനെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഗ്രോട്ടിപ്പൊന്നും ഒടിയാണ്ട് ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് അടക്കിയിട്ട് പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു പൊളിത്തീൻ കവറിലേക്ക് മാറ്റണത്. കണ്ടില്ലേ, ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ ആ പൊളിത്തീൻ കവറിലേക്ക് ഇട്ടിട്ട് പൊളിത്തീൻ കവർ നമ്മൾ സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. കണ്ട ഇതേപോലെ നമ്മൾ ഈ ആ പേപ്പർ നനച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കവറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പാക്ക് ചെയ്ത് ചെയ്യുന്ന കവറ് പതുക്കെ ഗ്രോട്ടിപ്പൊന്നും ബോക്സൊന്നും കൊള്ളാതെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് സേഫായിട്ട് ആ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് അതിന് മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിന് ക്രോസ് ചെയ്ത് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും ഒട്ടിക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങനെ ഒട്ടിക്കും. പിന്നെ എല്ലാ സൈഡിലേക്കും ക്രോസ് ചെയ്ത് ഒട്ടിച്ചിട്ട് വീണ്ടും അതിൻ്റെ പുറത്തു കൂടെ ഒരു റൗണ്ടിൽ ചുറ്റിയെടുക്കുക ചെയ്യുക. അപ്പോൾ പിന്നെ ഷെയ്ക്കായാലും ഈ സെല്ലോ ടേപ്പ് ഊരിപ്പോരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്കിങ് ചെയ്യണത്. ഇങ്ങനെ സെല്ലോ ടേപ്പ് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവർ അഴയ്ക്കാനുള്ളവരെ ഡീറ്റെയിൽസ്, പിൻകോഡ് അടക്കമുള്ള ഫോൺ നമ്പർ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ പുറത്ത് എഴുതണം. എന്നിട്ട് നമ്മൾ DTDC വഴി ആണ് നമ്മൾ ഇതിപ്പോൾ കൊറിയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.